ഹായ് കൂട്ടുകാരെ, ഞാനിന്നിവിടെ വഴുതനങ്ങ വെച്ച് ഒരു കറി ഉണ്ടാക്കാൻ പോവുകയാണ്. മുമ്പ് ഞാൻ വേറൊരു തൈരും വെച്ച് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വേറൊരു രീതിയിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിത് വലിയൊരു വഴുതനങ്ങ, ഒരു ചെറിയ 2 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സ്റ്റവിൽ ഞാൻ പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. പാത്രം ചൂടാവട്ടെ. പാത്രം ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തേക്ക് എണ്ണ ഒഴിക്കാം. ഇവിടെ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഈ വഴുതനങ്ങ അതിനകത്തോട്ട് ഇടാം. വഴുതനങ്ങ ഞാനിതിൽ ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. ഉടഞ്ഞു പോകരുത്. വഴുതനങ്ങ വഴറ്റിയെടുക്കാം. ഇതൊന്ന് ഉടയാതെ വഴറ്റിയെടുക്കാം. ഇവിടെ ദാണ്ട വഴുതനങ്ങ നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മളങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അരയ്ക്കാനുള്ളത് 2 ചെറിയ തക്കാളിയും പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി, 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ 2 കഷ്ണം ഇഞ്ചിയും ഇട്ട് നമുക്കിത് നന്നായിട്ട് അരയ്ക്കാം. വഴുതനങ്ങ ഞാനിവിടെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കടുക്, 2 ഉലുവ, ചെറിയ ജീരകം ഇട്ടിട്ട് നമുക്ക് ഈ സവാള അരിഞ്ഞ് വെച്ചേക്കുന്ന ഇതിനകത്തോട്ട് ഇടാം. ഇതിനകത്തോട്ട് സവാള ഇട്ടിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി വാടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന തക്കാളി ഒഴിക്കാം. തക്കാളി ഒഴിച്ചിട്ട് അത് വഴറ്റാം. ഇതിനകത്തേക്ക് നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു 1.25 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് ഇടണം. ഞാൻ നേരത്തെ കുറച്ച് ഉപ്പിട്ടിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൂടിട്ട് നന്നായിട്ട് തീ കുറച്ച് വയ്ക്കണം. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് തൈര് ഒഴിക്കണം. ഇത് ഞാൻ മിക്സിയിൽ അടിച്ച തൈരാണ്. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ അത് തിളയ്ക്കരുത്. തൈര് ഒഴിക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് ചൂടാവുകയേ ചെയ്യാവൂ. അപ്പോൾ തൈര് ഒഴിച്ചിട്ടുണ്ട്. നന്നതിന് ശേഷം നമുക്ക് നമ്മൾ വഴറ്റി വെച്ചിരുന്ന വഴുതനങ്ങ ഇതിനകത്തോട്ടിടാം. വഴുതനങ്ങ ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാം ഇതുപോലെ വെച്ച് നോക്കണം. വഴുതനങ്ങ നമ്മളല്ലാതെ വെക്കുമ്പം അതിനൊരു കൊഴുകൊഴുപ്പുമൊക്കെ കാണത്തില്ലേ? അപ്പോൾ ഇങ്ങനെ വെച്ചാൽ അതും കാണത്തില്ല. നല്ല ടേസ്റ്റുമാണ്. എനിക്ക് തോന്നുന്നു തൈര് ചേർത്ത് ഈ വഴുതനങ്ങ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ മുമ്പ് വേറെ രീതിയിൽ വെച്ചിട്ടുണ്ട്. അതും ഉണ്ടാക്കിയപ്പോഴും നല്ല ടേസ്റ്റായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇങ്ങനെ വെച്ചപ്പോഴും നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് വെച്ച് നോക്കണം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.